ശരി കൂട്ടുകാരെ, നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ഇതുപോലെ 2 ലൈനുകളാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. നമ്മളിതുപോലെ 2 ലൈനുകൾ വരയ്ക്കുക. ശേഷം റാ ഷേപ്പിൽ ഇതുപോലെ മറ്റ് 2 ലൈനുകളൂടെ വരയ്ക്കുക. നമ്മൾ നേരത്തെ വരച്ച ലൈനിന് മുകളിലും താഴെയായി ഇതുപോലെ വരയ്ക്കുക. ഇപ്പോൾ ഏകദേശം കണ്ണുകളുടെ സ്റ്റൈലായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ അകത്തുകൂടെ എൽ ഷേപ്പ് വരയ്ക്കുക. എൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ അനിമേഷൻ കാണിച്ചിരിക്കുന്നത് മറ്റൊരു സൈഡിലോട്ടാണ്, പക്ഷെ നിങ്ങൾ തിരിച്ചാണ് വരയ്ക്കേണ്ടത്. വീഡിയോ കാണുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. അത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇതുപോലെ എൽ ഷേപ്പ് വരയ്ക്കുക. ശേഷം 2 ലൈനുകൾ നമ്മൾ വരച്ച കണ്ണിൻ്റെ മുകളിലും താഴെയും വീഡിയോ കാണുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ വരച്ച എൽ ഷേപ്പിൻ്റെ മൂലയ്ക്കായിട്ട്, അതായത് എല്ല് തുടങ്ങുന്നതിൻ്റെ ആ കോണിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു വൃത്തം വരയ്ക്കാം. അതിന് ശേഷം ആ വൃത്തത്തിൻ്റെ 2 വശങ്ങളിലായിട്ടും വീണ്ടും ചെറിയ 2 വൃത്തം കൂടി വരയ്ക്കാം. ഇങ്ങനെയാണ് കണ്ണ് വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ കണ്ണ് വരയ്ക്കാൻ. ഇനി നമുക്കിതിന് കളർ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ണ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞ് നമുക്കിനി ഇതിനെ മാർക്കർ ഉപയോഗിച്ച് കുറച്ചുകൂടെ ക്ലിയറായിട്ട് വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഞാൻ മാർക്കർ ഉപയോഗിച്ച് വരച്ചപ്പോൾ താഴത്തെ 2 കൊച്ചു വൃത്തവും ഫുൾ കളറായി മാറി. നിങ്ങൾക്ക് കാണാം, ബ്ലൂ ആയി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ വൃത്തമായിട്ട് തന്നെ വരയ്ക്കണം. അതിനകത്ത് കളർ ചെയ്യാൻ പാടില്ല. താഴത്തെ വൃത്തത്തിൽ കളർ ചെയ്യരുത്. അതുപോലെ ഈ വൃത്തത്തോടും നമ്മൾ നേരത്തെ വരച്ച എൽ ഷേപ്പിനോടും ഇടയ്ക്ക് കൂടെ നമുക്കിതുപോലെ ഒരു ലൈൻ ഇടണം. തൊട്ടപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ലൈൻ ഇടണം. ഇതിന് മുകളിലോട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറും ചെയ്യാം. ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ കളർ ചെയ്യുക. പിന്നെ ആ വലിയ വൃത്തത്തിലും കളർ ചെയ്യുക. താഴത്തെ വലിയ വൃത്തത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചു വൃത്തങ്ങൾ കളർ ചെയ്യരുത്. നമ്മളിവിടെ വരച്ചപ്പോൾ പറ്റിയതാണ്. വലിയ മാർക്കർ ഉപയോഗിച്ച് വരച്ചുകൊണ്ടാണ് അത് ഫുള്ള് കളറായിപ്പോയത്. ശരിക്കും നിങ്ങളങ്ങനെ ചെയ്യരുത്. അതുപോലെ കണ്ണിൻ്റെ അതേ ഷേപ്പ് തന്നെ ഒരു വൃത്തം വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് വേണം കണ്ണ് വരയ്ക്കാൻ. നമ്മളത് അടുത്ത ഭാഗത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ഒരു ഫീമെയിൽ ക്യാരക്ടറെ വരയ്ക്കുന്നത്.